സാരഥി കുവൈറ്റ് രജത ജൂബിലി ആഘോഷം സാരഥിയെ മറ്റ് 25 വിവിധ പരിപാടികളോടെ നടന്നു. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസുഫ് അലിയെ ഗുരുദേവ സേവാരത്ന അവാർഡ് നൽകി ചടങ്ങിൽ ആദരിച്ചു. സാരഥി കുവൈറ്റിന്റെ രജത ജൂബിലി ആഘോഷം സാരഥിയം അറ്റ് 25 വിപുലമായ പരിപാടികളോടെ നടന്നു. ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സഞ്ജയ് കെ മുലുക്ക സാരഥിയം ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലിക്ക് സാരഥിയുടെ ഗുരുദേവ സേവാരത്ന അവാർഡ് ശിവഗിരി മഠം പ്രതിനിധി വിശ്വേശ്വരാനന്ദ സ്വാമി നൽകി ആദരിച്ചു. സാരഥിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അനുമോദിച്ച യൂസഫ് അലി ആശംസാ പ്രസംഗത്തിൽ സാരഥിയുടെ സ്വപ്നവീട് പദ്ധതിക്കായി 10 വീടുകൾക്കുള്ള ധനസഹായം പ്രഖ്യാപിച്ചു. സാരഥിയുടെ സ്വപ്നവീട് പദ്ധതിയിൽ നിർമ്മിച്ച 11ാമത് വീടിന്റെ താക്കോൽദാനം MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ വീട് നിർമ്മിച്ചു നൽകിയ ടാർഗറ്റ് ഇന്റർനാഷണൽ CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS കൃഷ്ണനിൽ നിന്നും കോർഡിനേറ്റർ മുരുകദാസ് ഏറ്റുവാങ്ങി. മാത്യൂസ് വർഗീസ്, സുനിൽ പറക്കപ്പാടത്ത്, PS കൃഷ്ണൻ, രാജേഷ് സാഗർ, സുരേഷ് KP, CS ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. BKG കമ്പനി ചെയർമാൻ KG ബാബുരാജൻ സാരഥി പ്രഖ്യാപിച്ച 1 കോടി രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി 5 കുട്ടികൾക്കുള്ള പഠന സഹായം പ്രഖ്യാപിച്ചു. സിൽവർ ജൂബിലി ചെയർമാൻ സുരേഷ് K സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സാരഥി പ്രസിഡന്റ് അജി KR അധ്യക്ഷത വഹിച്ചു. ദിനു കമൽ നന്ദി രേഖപ്പെടുത്തി. ദൈവദശക ആലാപനത്തോടെ തുടങ്ങിയ ചടങ്ങിൽ ഗുരുദേവ ധർമ്മങ്ങളെ അടിസ്ഥാനമാക്കി ചിത്രാലയം ശശികുമാർ രചന നിർവഹിച്ച് സുനീഷ് വെങ്ങര സംവിധാനം ചെയ്ത സംഗീത നാടകാവിഷ്കാരം കർമ്മസാക്ഷി അരങ്ങേറി. പിന്നണി ഗായകരായ ഹരിചരൺ, ശിഖ പ്രഭാകർ, ഡ്രമർ കുമരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഗീത നിശയോടെ സാരഥിയം അറ്റ് 25 സമാപനമായി. ജലിൻ ട്രിപ്പയ, 24 കുവൈറ്റ്.